ഹായ് എവ്രി വൺ, ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. നമ്മൾ എറണാകുളത്ത് നോമ്പിൻ്റെ ടൈമിൽ ഷിജാൻറ്റിയുടെ അടുത്ത് നിന്നപ്പോൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയതും പിന്നെ ഗ്രോസറി ഷോപ്പ് ചെയ്യാൻ പോയതും പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതും ഒക്കെയുള്ള ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇത്രയും നാളായിട്ട് ഇടാതിരുന്നതായിരുന്നു. അപ്പോൾ ഉമ്മി ചോദിച്ചത് ഈ എല്ലാ വീഡിയോസും എടുക്കുന്നതേ ഉള്ളൂ, ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ എഡിറ്റ് ചെയ്ത് ഇടാം, അപ്പോൾ എല്ലാവർക്കും കാണുകയും ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ തന്നെ ഒരു ഓർഗാനിക് ഷോപ്പിൽ പോയി കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചു. പിന്നെ പിറ്റേ ദിവസം നമുക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നും പറഞ്ഞ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇജാസ് പൊന്നുവിനെ എക്സാമിന് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പം നമ്മളെ കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ യൂബർ പിടിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യൂബർ പിടിച്ച് ജയലക്ഷ്മിയിലോട്ടാണ് പോയത്. ഞങ്ങൾക്കങ്ങനെ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഇന്ന കട എവിടേക്കാണ് ഏതൊക്കെ കടകളുള്ളതെന്ന് എറണാകുളത്ത് അറിഞ്ഞുകൂടാ. പിന്നെ ഗൂഗിളുള്ള ഒരു ധൈര്യത്തിൽ അങ്ങ് ഇറങ്ങി. അപ്പോൾ ജയലക്ഷ്മി അല്ലാതെ വേറെ അടുത്ത് ടെക്സ്റ്റൈൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് യൂബ ചേട്ടനോട് ചോദിച്ചായിരുന്നു. പോകുന്ന വഴിക്ക് നമുക്ക് കല്യാൺ സിൽക്സ്, പോത്തീസ്, ഷീമാട്ടി എല്ലാം കാണിച്ചു തന്നു. അടുത്ത പോകാൻ ഈസിയാണ്, ഒരു ഓട്ടോ പിടിക്കുക അല്ലെങ്കിൽ നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും പോവാം, ജയലക്ഷ്മിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഉമ്മ കൂടെ ഉണ്ടെങ്കിൽ ഉമ്മയുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മളെല്ലാവരും ഡ്രസ്സ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ ഉമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമാവില്ല, അപ്പോൾ നമ്മുടെ മനസ്സിന് വിഷമാവും. അതുകൊണ്ട് ഉമ്മയുടെ ഇഷ്ടം അനുസരിച്ച് ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയെടുക്കത്തുള്ളൂ. അപ്പോൾ ജയലക്ഷ്മി കണ്ട ഒരു ഡ്രസ്സ് ഉമ്മയ്ക്ക് 50-50, എന്നാലും വേറെ കുറേ ഓപ്ഷൻസും കൂടെ വേണം എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് വേറെ കട അടുത്തുണ്ടല്ലോ അവിടെ പോകാമെന്ന്. അങ്ങനെ ഓട്ടോയിൽ കയറി എല്ലാവരും മടിയിലൊക്കെ ഇരുന്ന് പോയി. അങ്ങനെ അവിടെ പല കടകളിലും കയറി ഇറങ്ങി. പോത്തീസി കയറിയില്ല, ലാസ്റ്റ് കല്യാണി കയറി അവിടെ നിന്നൊരു ഡ്രസ്സ് കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. എനിക്ക് മാത്രമേ എടുത്തുള്ളൂ. അന്നത്തെ ദിവസം ഇത്രയും കറങ്ങിയെങ്കിലും അവർക്ക് ആർക്കും ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസമാണിത്. രാവിലെ തന്നെ നിസ്കാരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, വ്ലോഗിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ നോമ്പെല്ലാം തുറന്നു, ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇവക്കിങ്ങനെ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സസാണ് വേണ്ടത്. അപ്പോൾ സ്റ്റുഡിയോയിൽ കയറി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുകയും ചെയ്യും, ഡെയിലി വെയറായിട്ട് കോളേജിലൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോയിലും വേറെ എവിടെയെങ്കിലും കട തുറന്നിരിക്കുകയാണെങ്കിൽ പോകുന്നതും കൂടെ കാണിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സ്റ്റുഡിയോയിൽ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. പക്ഷേ നമ്മൾ ഇറങ്ങി സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്കും അത് ക്ലോസായി. പിന്നെ നമ്മൾ വിചാരിച്ചു അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകാമെന്ന്. അങ്ങനെ ഇജാസ് പറഞ്ഞു പോത്തീസി പോകാമെന്ന്. അങ്ങനെ പോത്തീസി പോയപ്പോൾ അവിടെ തുറന്നിരിക്കുക, പക്ഷേ 2 മിനിറ്റും കൂടെ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഓൾറെഡി ആൾക്കാരുള്ളത് കൊണ്ട് കയറിക്കോളാൻ പറഞ്ഞു. നമ്മൾ കയറിയപ്പോഴത്തേക്കും സ്റ്റാഫിനൊന്നും അധികം ഇൻട്രസ്റ്റ് ഇല്ല, ഓൾറെഡി ക്ലോസിങ് ടൈമായി. അപ്പോൾ പിന്നെ അവർ സാധനങ്ങളൊന്നും എടുത്ത് കാണിക്കുന്നില്ല, അങ്ങനെ ഒരു ബിഹേവിയർ. പിന്നെ നമ്മൾ തന്നെ കുറച്ച് ഓഫേഴ്സൊക്കെ നോക്കി അവിടെ നിന്ന് ഉമ്മിക്കൊരു ചുരിദാർ എടുത്തു. പിന്നെ ഈ എസ്കലേറ്ററും ലൈറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് കുറേ പ്രാവശ്യം കയറി ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. 2-3 ദിവസമായിട്ട് നമ്മൾ ഷോപ്പിങ്ങിനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ നോമ്പും തുറന്ന് ഈശായി നിസ്കരിച്ചതിന് ശേഷമാണ് ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. അപ്പോഴത്തേക്കും ഒരുവിധം കടയൊക്കെ അടയ്ക്കേണ്ട സമയമാവും. നമ്മൾ കടയിലെത്തുമ്പോഴത്തേക്ക് കട അടയ്ക്കുകയും ചെയ്യും. അങ്ങനെ ആയതുകൊണ്ടും പിന്നെ ഉമ്മ കൂടില്ലാത്തതുകൊണ്ട് ഒരു ഫൈനൽ ഡെസിഷൻ പറയാൻ ആരുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു തൊട്ടടുത്ത ദിവസം പോത്തീസിൽ തന്നെ തിരിച്ചു വരാം. പോത്തീസിൽ ഇതുവരെ കണ്ടതിലും വെച്ച് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഉമ്മിക്ക് മാത്രം ഒരു ചുരിദാർ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി പോകുന്ന വഴിക്കാണ് കണ്ട ഗ്രൗണ്ട് ഫ്ലോറിൽ അവർക്ക് സൂപ്പർ മാർക്കറ്റും ഉണ്ടെന്ന്. അവിടെ നല്ല ഓഫേഴ്സും കണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം നമ്മളെല്ലാം തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടും പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മി പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ വന്ന് നമുക്ക് ഡ്രസ്സും വാങ്ങിച്ച് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്തതിന് ശേഷം നോമ്പ് തുറന്നിട്ട് നമുക്ക് അവരവരുടെ വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്ന്. ഇനി പെരുന്നാളിന് 2 ദിവസം കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്ക് ഇജാസ് കാർ പാർക്കിംഗിൽ നിന്ന് കാറൊക്കെ എടുത്തിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ഷിജാൻ്റെയും ഉമ്മയും വന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവരും വന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇജാസിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവരുമായിട്ട് കുറച്ച് നേരം ഇജാസ് സംസാരിച്ചതിന് ശേഷം നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഏതാ സ്ഥലം ഏതാ കടയെന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ അവിടെ നിന്ന് കുടിച്ച ജ്യൂസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് വാട്ടർമെലൺ ആണ്. കാര്യം ഹൈസാബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാട്ടർമെലൺ ജ്യൂസാണ്. അതുകൊണ്ട് പിന്നെ ഷിജിയാൻ്റെയും ഉമ്മയും പറഞ്ഞത് ഒരു മിൻറ്റ് ലൈമാണ്, പൊന്നു പറഞ്ഞത് ഒരു മാംഗോ ജ്യൂസാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം ആ സമയത്ത് ഷാസൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട്
പിന്നെ അവിടുന്ന് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ വിളിക്കാൻ തുടങ്ങി, എവിടെയാ എത്തുന്നില്ലേ. ഉമ്മ ഒറ്റയ്ക്കായിരുന്നല്ലോ വീട്ടിൽ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് വേഗം വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ പോത്തീസി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അവിടോട്ട് ഇറങ്ങി. പോത്തീസി കയറിയതും കണ്ടത് മൈലാഞ്ചി ഇടുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഫ്രീ ആയിട്ട് മെഹന്തി കണ്ടു. അവിടുന്ന് ഞങ്ങളെല്ലാവരും മൈലാഞ്ചി ഇട്ടു. ഒരു കോണും വാങ്ങിച്ചു. പൊന്നു നല്ലോണം മൈലാഞ്ചി ഇടും, അപ്പോൾ അവളെ കൊണ്ട് ഇടിയിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കോൺ വാങ്ങിച്ചത്. പിന്നെ കയറിയത് ഉമ്മായിക്ക് ആശാൻ്റിക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും ഡ്രസ്സും ഗ്രോസറി സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോസ് അധികം എടുത്തിട്ടില്ല, അതാണ് ആഡ് ചെയ്യാത്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എവിടെ പോയാലും ഇജാസും ഷാസുക്കായും ഉണ്ടെങ്കിൽ ഹൈസാബിയുടെ ഒരു കാര്യം ഞാൻ നോക്കേണ്ട കാര്യമില്ല, അവർ നോക്കിക്കോളും. പിന്നെ നമ്മൾ അവിടുന്ന് ഡയറക്റ്റ് പോയത് സ്റ്റുഡിയോയിലാണ് ഇജാസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പോൾ ഹൈസാബിക്ക് ഷാസുക്കായ്ക്ക് ഡ്രസ്സ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് നോമ്പ് തുറക്കാൻ സമയമായി. അങ്ങനെ നമ്മൾ ഹാജി അലിയിൽ നിർത്തി. അവിടുന്ന് നോമ്പ് തുറന്ന് ഒരു സാൻഡ്വിച്ചും കുറച്ച് ജ്യൂസും ഒക്കെ കുടിച്ചു. രാത്രി വീട്ടിൽ വന്നതും ഷയാസൊക്കെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഉമ്മി ഇജാസും ഓച്ചിറയിലോട്ട് പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 2 മണി അടുപ്പിച്ചായി. പിന്നെ നമ്മൾ നല്ല ടയേർഡുമായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം തന്നെ ഇടയത്താഴം കഴിച്ച് കിടക്കുകയായിരുന്നു ചെയ്തത്. നമ്മൾ ഹൈസാബിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഷയാസക്കായിട്ട് പോയി എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പെൻഡിങ് വെച്ചേക്കായിരുന്നു. പിറ്റേ ദിവസം തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുന്നേ തൃശ്ശൂരത്തെ കല്യാൺ സിൽക്സിൽ പോയി ഹൈസാബിക്ക് ചുരിദാർ തന്നെ വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു. ഷാസുക്കായ്ക്കുള്ള ഡ്രസ്സ് ഷാസുക്ക തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞി ഷോപ്പിംഗ് വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.